കേരളത്തെ വീണ്ടും ആശങ്കയിലാഴ്ത്തി നിപ്പ വൈറസ്. കോഴിക്കോട് ജില്ലയിൽ 43-കാരന് നിപ്പ വൈറസ് ബാധ സ്ഥിരീകരിച്ചതോടെയാണ് സംസ്ഥാന ആരോഗ്യ വകുപ്പ് അതീവ ജാഗ്രതയിലായത്. ഫറോക്ക് സ്വദേശി ഗുരുതരാവസ്ഥയിൽ ചികിത്സയിലാണെന്നും വെന്റിലേറ്ററിന്റെ സഹായത്തോടെയാണ് ജീവൻ നിലനിർത്തുന്നതുമെന്നാണ് പുറത്തുവരുന്ന വാർത്തകൾ. രോഗലക്ഷണങ്ങളോടെ ചികിത്സ തേടിയ ഇയാളുടെ സാമ്പിളുകൾ പരിശോധിച്ചതിലാണ് പ്രാഥമികമായി നിപ്പ വൈറസിന്റെ സാന്നിധ്യം കണ്ടെത്തിയത്. തുടർന്ന് ആരോഗ്യവകുപ്പ് അടിയന്തര നടപടികൾ ആരംഭിക്കുകയും രോഗിയുമായി സമ്പർക്കത്തിലുണ്ടായിരുന്നവരുടെ പട്ടിക തയ്യാറാക്കുകയും ചെയ്തിട്ടുണ്ട്. ഈ വാർത്ത പുറത്തു വരുന്നതോടെ കോഴിക്കോട് ജില്ലയിൽ ആരോഗ്യ ജാഗ്രത ശക്തമായിരിക്കുകയാണ്. പ്രത്യേകിച്ച് രോഗബാധ്യത കണ്ടെത്തിയ പ്രദേശങ്ങളിൽ നിരീക്ഷണം വർദ്ധിപ്പിക്കുകയും സമ്പർക്ക പട്ടികയിലുള്ളവരുടെ സാമ്പിളുകൾ പരിശോധനയ്ക്ക് അയക്കുകയും ചെയ്തിട്ടുണ്ട്. രോഗത്തിന്റെ ഉറവിടം കണ്ടെത്തുന്നതിനുള്ള അന്വേഷണവും ആരംഭിച്ചിട്ടുണ്ട്. കേരളത്തെ സംബന്ധിച്ചിടത്തോളം നിപ്പ വൈറസ് പുതിയൊരു ഭീഷണിയല്ല. 2018 ആദ്യമായി കോഴിക്കോട് ജില്ലയിൽ നിപ്പ വൈറസ് വലിയ തോതിൽ റിപ്പോർട്ട് ചെയ്യപ്പെടുന്നത്. അന്ന് രോഗം മൂലം നിരവധി ജീവനുകൾ നഷ്ടമായിരുന്നു. പിന്നീട് 2021, 2023 വർഷങ്ങളിലും കോഴിക്കോട് ജില്ലയിൽ നിപ്പ കേസുകൾ റിപ്പോർട്ട് ചെയ്യപ്പെട്ടു. അതുകൊണ്ട് തന്നെ പുതിയ കേസ് ആരോഗ്യ വകുപ്പിനെ കൂടുതൽ ആശങ്കയിലാക്കിയിരിക്കുകയാണ്. വവ്വാലുകളിൽ നിന്നാണ് പ്രധാനമായും നിപ്പ വൈറസ് മനുഷ്യരിലേക്ക് എത്തുന്നതെന്നാണ് ശാസ്ത്രീയ പഠനങ്ങൾ പറയുന്നത്. രോഗബാധിതരായ ആളുകളുമായുള്ള സമ്പർക്കത്തിലൂടെയും രോഗം പകരാൻ സാധ്യതയുണ്ട്. പനി, തലവേദന, ശരീരവേദന, ക്ഷീണം തുടങ്ങിയ സാധാരണ ലക്ഷണങ്ങളോടെയാണ് രോഗം ആരംഭിക്കുന്നത്. എന്നാൽ പിന്നീട് ഇത് തലച്ചോറിനെയും ശ്വാസകോശത്തെയും ബാധിക്കുന്ന ഗുരുതര അവസ്ഥയിലേക്ക് മാറാം. നിപ്പ വൈറസിനെ അപകടകാരിയാക്കുന്നത് അതിന്റെ ഉയർന്ന മരണനിരക്കാണ്. ചില സാഹചര്യങ്ങളിൽ 40 മുതൽ 75% വരെ മരണനിരക്ക് രേഖപ്പെടുത്തിയിട്ടുണ്ടെന്നാണ് ആരോഗ്യ വിദഗ്ധർ പറയുന്നത്. അതുകൊണ്ടാണ് ഒരു കേസ് റിപ്പോർട്ട് ചെയ്താൽ പോലും ആരോഗ്യ വകുപ്പ് വലിയ തോതിൽ പ്രതിരോധ നടപടികൾ സ്വീകരിക്കുന്നത്. നിലവിൽ രോഗിക്ക് ആവശ്യമായ എല്ലാ ചികിത്സകളും നൽകി വരികയാണ്. അതേസമയം രോഗത്തിന്റെ ഉറവിടം കണ്ടെത്താനും രോഗവ്യാപന സാധ്യതകൾ പരിശോധിക്കാനുമായി പ്രത്യേക സംഘങ്ങൾ രംഗത്തുണ്ട്. രോഗിയുടെ യാത്രകളും സമ്പർക്കങ്ങളും ഉൾപ്പെടുന്ന റൂട്ട് മാപ്പും തയ്യാറാകുന്നുണ്ട്. പനി, ശ്വാസതടസ്സം, അസ്വസ്ഥത തുടങ്ങിയ ലക്ഷണങ്ങൾ ഉണ്ടെങ്കിൽ ചികിത്സ വൈകിക്കരുത് എന്നാണ് ആരോഗ്യ വിദഗ്ധർ അറിയിക്കുന്നത്. അതേസമയം ജനങ്ങൾ പരിഭ്രാന്തരാകേണ്ട സാഹചര്യമില്ലെന്നും ജാഗ്രതയാണ് ഇപ്പോൾ ഏറ്റവും പ്രധാനമെന്നും ആരോഗ്യ വിദഗ്ധർ വ്യക്തമാക്കുന്നു. മുൻകാലങ്ങളിലെ നിപ്പ വൈറസിനെ ഫലപ്രദമായി നിയന്ത്രിക്കാൻ കേരളത്തിന് സാധിച്ചിട്ടുള്ളതിനാൽ ഇത്തവണയും രോഗവ്യാപനം തടയാൻ കഴിയുമെന്നാണ് പ്രതീക്ഷ. കോഴിക്കോട് 43-കാരന് നിപ്പ സ്ഥിരീകരിച്ച സാഹചര്യത്തിൽ തുടർ പരിശോധനകളും നിരീക്ഷണങ്ങളും തുടരുകയാണ്. രോഗിയുടെ ആരോഗ്യനിലയും ആരോഗ്യ വകുപ്പിന്റെ നടപടികളും സംബന്ധിച്ച കൂടുതൽ വിവരങ്ങൾ വരും മണിക്കൂറുകളിൽ പുറത്തുവരും.